ഹായ് 1000 പ്ലേസ്മെന്റ് സെലിബ്രേഷനായ വാരണായിരം സെലിബ്രേഷനിൽ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ ഹബിൽ വന്നതായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ഹബിൽ വന്നപ്പോൾ ഇന്ന് കരിയർ സ്വിച്ച് കാറ്റഗറിയുടെ സെലിബ്രേഷനാണ്. അതായത് വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക, എന്നിട്ട് അതൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം IT-ലോട്ട് ജമ്പ് ചെയ്ത ആൾക്കാരുടെ ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അത് നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരാളെ നോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് മുന്നിൽ ആളെ ഒന്ന് സംസാരിപ്പിക്കണം, ആളുടെ എക്സ്പീരിയൻസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഒരു 17 വയസ്സുകാരി എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ അങ്ങനെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയില്ല. ആള് കോട്ടയാണ് സ്ഥലം. എയറോനോട്ടിക്കലൊക്കെ പഠിച്ചു, കുറച്ചു കാലം വർക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒരു 3-4 വർഷം അങ്ങനെയും പോയി. ഞാൻ എൻ്റെ വിചാരം ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയെടുക്കും, അത് പറത്തും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് IT ഫീൽഡിലോട്ട് വന്ന് ഇവിടെ കരിയർ സെറ്റ് ചെയ്ത് ഒരു 5 LPA മുകളിൽ ഡൽഹിയിൽ ഒരു മുകുൾ കൺസൾട്ടൻസീസ് എന്ന കമ്പനിയിലോട്ട് പ്ലേസ്ഡ് ആയത്. നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ നല്ലപോലെയുള്ള കഷ്ടപ്പെടും. ഒരു മനുഷ്യന് എത്ര മച്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വേണമെങ്കിൽ ചോദിക്കുക, എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്ന്. നമ്മൾ എളിമപ്പെട്ട് നമ്മൾ ഇല്ലാതാവും. എന്തായാലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ടിനി പി ക്രിസ്തുദാസ് ആണ്. സോ വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. അപ്പൊ ആദ്യം തന്നെ പറയ്, ഡൽഹിയിലെ ലൈഫ് എങ്ങനെയുണ്ട്? ഡൽഹിയിലെ ലൈഫ് എനിക്ക് ലാംഗ്വേജ് അറിയാം, ഹിന്ദി ഓൾറെഡി അറിയാം. അറിയാം. ഷോ, ഹിന്ദി പഠിക്കാൻ ഞാൻ കൊതിച്ചിരിക്കുകയാണ്. ഹിന്ദി ചാനൽ തുടങ്ങിയല്ലോ നമ്മുടെ. അപ്പൊ അതിന്റെ പേരിൽ ഹിന്ദി പഠിക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിന്ദി ഓൾറെഡി അറിയായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പുതിയതായിട്ട് പോകുന്ന ഒരാൾക്ക്. ഞാൻ അവിടെയാണ് ഡിഗ്രി ചെയ്തത്, അതുകൊണ്ട് ഫുഡും ഏകദേശം ഓക്കെയാണ്, ഞാൻ കഴിച്ചോളൂ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എയറോനോട്ടിക്കൽ പഠിച്ചത് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിലായിരുന്നു. ഓ ശരി, അതുകൊണ്ട് ഡൽഹി ഓൾറെഡി എക്സ്പീരിയൻസ് ആയുള്ള സ്ഥലമാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ? എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈല്? ഇഷ്ടമാണ്. അവിടുത്തെ ആൾക്കാര് എനിക്ക് ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നത് മലയാളീസിനെ കഴിഞ്ഞ് എനിക്ക് അറിയാവുന്ന നോർത്ത് ഇന്ത്യൻസിനെയാണ് കൂടുതൽ. ഫ്രണ്ട്സും കൂടുതൽ അവിടെയാണ്. ഞാൻ ഡിഗ്രി അവിടെ ചെയ്ത കാരണം 17 വയസ്സ് മുതൽ അവിടെ തന്നെയാണല്ലേ? UPSCയുടെ ട്രെയിനിങ് ഒക്കെ അവിടെ തന്നെയായിരുന്നു? അല്ലല്ല, UPSCക്ക് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഓക്കെ, അല്ല ഈ ഡിഗ്രിക്ക് എന്തുകൊണ്ടോ കോട്ടയത്ത് നേരെ ഡൽഹിയിലോട്ട് പോകാൻ കാര്യം? എനിക്ക് ഇച്ചിരി കറങ്ങി നടക്കാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഇച്ചിരി വീട്ടിൽ നിന്ന് അത്രയ്ക്ക് എക്സ്പോഷർ കിട്ടൂല എന്നൊരു തോന്നല. അത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത ഫാക്റ്റാണ്. ഡിഗ്രി എടുത്ത സ്ട്രീം ഒഴിച്ച് അവിടെ പോയി അങ്ങനെ രണ്ടും ഡിഫറെൻറ്റ് വേൾഡാണ്. നമ്മൾ ഇന്ത്യ ഒരു മിനി വേൾഡാന്ന് പറയാറുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഹരിയാന ചീഫ് മിനിസ്റ്റർ പറഞ്ഞു നോർത്ത് ഇന്ത്യൻസിന് സൗത്ത് ഇന്ത്യൻസിനെ കഴിഞ്ഞ് സിമിലാരിറ്റി ഉണ്ട് പാകിസ്ഥാനീസുമായിട്ടെന്ന്. കറക്റ്റാ, പക്ഷേ ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ടായി. പക്ഷേ നമ്മുടെ ലോകം അവരുടെ ലോകം രണ്ടും രണ്ടാ. ഒരു ഡിഫറെന്റ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാ, വേറെ ലോകത്ത് ചെയ്യുന്ന പോലെയാ. മലയാളീസ് അങ്ങോട്ട് വേറെ തന്നെയാണ്, വേറെ ലോകം തന്നെയാണ് അല്ലേ? ഓക്കെ, ഇതിൽ കറങ്ങിയെടുക്കാന്ന് പറഞ്ഞല്ലോ. എവിടെയൊക്കെ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്? കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, വാരണാസി, വെസ്റ്റ് ബംഗാൾ, പിന്നെ കർണാടകയിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തു. ദിൽഷാദിന് പറ്റിയ ആളാണ്. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് നിന്റെ ബ്രാൻഡ് എന്തായിരുന്നു? ജിപ്സി ആൻഡ് വൈബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ദിൽഷാദിനെ നിങ്ങൾക്ക് അറിയാലോ. ദിൽഷാദിനെ ഞാൻ പണ്ട് മുതലേ വീഡിയോയിൽ വധിക്കുന്ന ഒരാളാണ്. ദിൽഷാദാണ് മീഡിയ ടീമിൻ്റെ ഹെഡ്. ഇപ്പോൾ ദിൽഷാദ് ഓൾറെഡി ജിപ്സി ആൻഡ് വൈബ്സ് പറഞ്ഞിട്ട് ട്രിപ്പിൻ്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് ഞങ്ങൾ പിടിച്ചു വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേസിലൊക്കെ പണ്ട് മുതലേ ഉണ്ട്, കോളേജ് പഠിക്കുന്ന മുതലേ സമയത്തൊക്കെ ഇറങ്ങി എടുക്കുന്നുണ്ട്. ഓ ശരി. റൈഡ് ചെയ്യും? ബൈക്ക് റൈഡ് ചെയ്ത് നോർത്തിൽ കൂടെ നടന്നിട്ടില്ല, പക്ഷെ ഞാൻ റൈഡ് ചെയ്യും. ലൈസൻസ് ഒക്കെ ഉണ്ട്. വീട്ടില് രാത്രിയാകുമ്പോ ആരും കാണാതെ ഇറങ്ങും, ഹെൽമെറ്റ് ഒക്കെ വെച്ച്. അവർക്ക് അറിയാമോ? വീട്ടുകാർക്കറിയാം. ശരി, ഇതോടുകൂടി നാട്ടുകാർക്ക് അറിഞ്ഞോളല്ലേ? ഒരു വട്ടം പോലീസ് പിടിച്ചായിരുന്നു. അന്ന് ഹെൽമെറ്റ് ഇട്ട് ഊതാൻ പറഞ്ഞു. പെണ്ണാന്ന് അറിഞ്ഞപ്പോ പൊക്കോളാൻ പറഞ്ഞു. കൊള്ളാം. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ, അതായത് കോഡിങ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ആദ്യം ഇല്ലായിരുന്നല്ലോ? അറിയില്ലായിരുന്നു, ഈ ഒരു മേഖലയെ കുറിച്ച് അറിവില്ലായിരുന്നു. +2 ബയോളജി വേണോ, ബയോമാക്സ് വേണോ, കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ കോഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ല. അതല്ല നമ്മുടെ ഫാമിലിയിലോ അല്ലെ ബന്ധുക്കാരോ ഫ്രണ്ട്സോ ആരും ഇല്ല ഈ മേഖലയിൽ. അപ്പോൾ ഒരു അറിവില്ല എന്താണ് ഈ നമുക്ക് അറിയില്ലാത്ത കാര്യത്തിന് എപ്പോഴും നമ്മൾ പേടിക്കുമല്ലോ. അതിനെക്കുറിച്ച് പപ്പ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, അമ്മയ്ക്ക് ക്യാൻറ്റീനുണ്ട്. അപ്പോൾ അറിവില്ലായിരുന്നു, അതായിരുന്നു. മനസ്സിലായി. അപ്പോൾ മൂത്തവരാരാ?
രണ്ട് ചേച്ചിമാരാ. 2 ചേച്ചിമാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും നേഴ്സുമാരാ. നേഴ്സുമാരാണ്. ഓ ശരി. അപ്പോൾ മിക്കവാറും പിന്നുള്ളതൊരു ഓപ്ഷൻ അടുത്തൊരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ആയിരിക്കും അല്ലേ? പിന്നെ പപ്പ എന്നോട് സിവിൽ എഞ്ചിനീയറിംഗിന് പോകാൻ പറഞ്ഞായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഞാൻ അതിന് പോകാത്തതിന് ഈ ഒരു 28 വയസ്സ് വരെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലപോലെ, അതായത് ജോലി എവിടെ സെറ്റ് ആയില്ലല്ലോ, പറയുന്ന കേൾക്കാതെ എയറോനോട്ടിക്കൽ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഈ എയറോനോട്ടിക്കൽ നേട്ടപ്പോൾ ഒരു ഫാന്റസി പോലെ തോന്നി, അതാണ് പോയത്. എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എയറോനോട്ടിക്കൽ ഒരു പുതിയ സാധനമായിരുന്നു കേട്ടപ്പോൾ. ഒരു വേർഡ് തന്നെ ഒരു രസമുണ്ട് കേൾക്കാൻ, ഇച്ചിരി ഡിഫറെന്റ് ഫീൽഡ്. പക്ഷെ അന്ന് എയറോനോട്ടിക്കൽ പഠിച്ചപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഒരു 17 വയസ്സുകാരി എന്ന് പറയുമ്പം എനിക്ക് ഒത്തിരി, ഞാൻ അങ്ങനെ പെണ്ണുങ്ങൾക്ക് അല്ലെ ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയില്ല. ഞാൻ എൻ്റെ വിചാരം ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയെടുക്കും, അത് പറത്തും. കുഞ്ഞു മനസ്സ് അത്രേ ചിന്തിച്ചുള്ളൂ, അതിനപ്പുറത്തോട്ട്. പിന്നെയാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസംബ്ലി ഉണ്ട്, ഇത് നമ്മൾക്ക് പറ്റുന്ന ഫീൽഡ് വേണമെങ്കിൽ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ്ങേ ഇല്ല എയർക്രാഫ്റ്റിൻ്റെ. പിന്നെ കയറുവാണെങ്കിൽ ഡിസൈൻ ഫീൽഡിലേ കയറാൻ പറ്റുള്ളൂ. അത് ഓട്ടോമൊബൈലിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എയറോസ്പേസിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതൊക്കെ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര തിയറി പേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ? അത് തന്നെ. എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ, എയറോസ്പേസിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. എയറോസ്പേസ് റോക്കറ്റ് വിടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫ്യൂവല്. അത് ഞാൻ പറഞ്ഞപ്പോഴേ, ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ റൂംമേറ്റ്സ് കുറച്ച് സീനിയേഴ്സ് വരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കേട്ടോ, അതായത് അവർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കും. അവരെ വിചാരം വണ്ടീനെ കുറിച്ച് എന്തൊക്കെയോ വണ്ടി മേക്ക് ചെയ്യണം, എഞ്ചിൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുക. അവർ തിയറി പഠിച്ചൊരു അവസ്ഥയെ, അവരാകെ ഒരു എഞ്ചിനെ കണ്ടിട്ടുള്ളൂ ലാബിലുള്ള, അത് അനങ്ങാത്ത എഞ്ചിൻ. അതന്നെയാണ് അവിടുത്തെ അവസ്ഥ. ഫ്ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ലാബിൽ എന്താ അവസ്ഥ? 2 എയർക്രാഫ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ശരി. അത് ജാംബോന്റെ കാലത്ത് ഒരു 1960-ലെ ഹെലികോപ്റ്ററിൽ കൊണ്ട് ഇറക്കി അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാബൊക്കെ നല്ലതാണ്. അല്ല, എഞ്ചിൻ നമുക്ക് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഫീൽ ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യുന്ന എഞ്ചിൻസാ, വർക്കിംഗ് ആയിരുന്നു. ഒരു എയർക്രാഫ്റ്റിന്റെ അകത്ത് എഞ്ചിൻ വർക്കിംഗ് ആയിരുന്നു. അത് ജസ്റ്റ് കറക്കി കാണിക്കും വേറെ. കൊള്ളാം. അപ്പൊ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് എയറോസ്പേസ് ടെക്നിക്കൽ ഓതറിംഗ്, ഒരു ടെക് വെബ് ഇൻഡസ്ട്രി ഉണ്ട്. ടെക് വെബ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിന്റെ മാനുവൽസ്, അതായത് എയർക്രാഫ്റ്റ് നമുക്ക് പറന്നു ഉയർന്നു കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. എന്തെങ്കിലും മെയിൻ്റനൻസ് എയർക്രാഫ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ എല്ലാ മാനുവൽസ് നോക്കിയാൽ റെഫർ ചെയ്താ ചെയ്യുന്നത്. ക്യാപ്പ്, ഇപ്പോൾ എണ്ണയുടെ ടാങ്ക്, അതിന്റെ അടപ്പ് ഊരുക, ഉഴുപ്പ് വാഷർ ഊരുക, പിന്നെ വെക്കാൻ നേരത്ത് വാഷർ വെക്കാൻ ചിലപ്പോൾ മറന്നു പോകും, നമ്മൾ ഇതെടുത്ത് വെക്കും. അപ്പം മാനുവൽസ് ഇതെല്ലാം എഴുതണം. അതായത് വാഷർ ഊരുക, വാഷർ വെക്കാൻ നേരത്ത് വാഷർ വെക്കുക, അത് കഴിഞ്ഞിട്ട് സ്ക്രൂ വെക്കുക. എയർക്രാഫ്റ്റിന്റെ മാനുവൽസ് നിങ്ങൾ എന്താ ചെയ്യുക? ഡോക്യുമെന്റ് ചെയ്യും? ഞങ്ങൾ എഴുതി ഉണ്ടാക്കും. നമുക്ക് സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഫിറ്റിംഗ് ഇൻസ്ട്രക്ഷൻ, പിന്നെ എന്തായിരുന്നു, ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുന്നേ പറക്കുന്നതിന് മുന്നുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഡോക്യുമെന്റേഷൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ശരി, നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ എയറോനോട്ടിക്കൽ നിങ്ങൾക്ക് ഇങ്ങനെ പറക്കേണ്ട സിറ്റുവേഷൻ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ? ഇല്ല. ഓക്കെ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതലുള്ള ആൾക്കാരെങ്കിലും ഇങ്ങനെ വർക്കിന് പോയിട്ടുണ്ടോ? അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഏവിയേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡില്ല, പക്ഷെ എഞ്ചിനീയറിംഗ് ജോബ് അല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത പോലെ ഡോക്യുമെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് റീഡയറക്ട് ചെയ്യുന്ന പണിയായിരിക്കും. എയർക്രാഫ്റ്റിന്റെ ഇൻഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഇൻഡക്ഷന് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന പണിയായിരിക്കും. ഇപ്പൊ എയർക്രാഫ്റ്റ് ഒരു എയർ ഇന്ത്യയില് എത്ര ഒരു ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എടുക്കുക, എയർക്രാഫ്റ്റ് എടുക്കുക. എയർ ഇന്ത്യ ഒരു എയറോപ്ലെയിൻ ഓടിക്കുന്ന ഒരു സർവീസ് ആണല്ലോ. അത് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് മേടിക്കണം. അപ്പൊ അതിനെ മേടിക്കുമ്പോഴത്തേനും റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. പുള്ളിക്കാരനോടാണ് റെക്കമെൻഡേഷൻ ചോദിക്കുന്നത്, അല്ലെ അഡ്വൈസ് ചോദിക്കുന്നത്, ഇതുപോലെ എയർക്രാഫ്റ്റ് ഇൻഡക്ട് ചെയ്യുമ്പോൾ. അതൊന്നും ഒരു എഞ്ചിനീയറിന്റെ ജോബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായി. എന്തായാലും 2026 ഞങ്ങൾ പ്രൈവറ്റ് ജെറ്റ് എടുക്കാനുള്ള പരിപാടി ഉണ്ട് പ്രോട്ടോടൈപ്പിന്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഇൻപുട്സ് വേണ്ടി വരും. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ വർക്ക് ഒരു വർഷം അങ്ങനെ പോയി അല്ലേ? ഒരു വർഷം കരിയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ഇങ്ങോട്ട് UPSC കടന്നു. അത് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു, അത് അപ്പോൾ സ്പോട്ട് തോന്നിയ ആഗ്രഹത്തിലാണോ? എനിക്കൊരു നല്ല ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഒരു നല്ല ഇന്ത്യൻ സിറ്റിസൺ എന്താ, ഒരു ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കും. അപ്പോൾ ഈ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അന്ന് അത്രയ്ക്ക് ഇംഗ്ലീഷും പോരാ, ഹിന്ദു മേടിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും അറിയത്തില്ല ലോകത്ത് എന്താ നടക്കുന്നതെന്ന്. ഓസ്ലോ റെക്കോർഡ് സൈൻ ചെയ്തു ഇസ്രായേലും പലസ്തീനും.
അത് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്താ അത് ഓസ്ലോ റെക്കോർഡ് എന്താ ഇസ്രായേലും പലസ്തീനും എന്തിനാ സൈൻ ചെയ്യുന്നത്? ഒരു കഥ അറിയത്തില്ല. അപ്പൊ നമ്മളൊരു ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഹിസ്റ്ററി അറിയത്തില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇത് എന്താന്ന്. ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഇത് എന്താണ് ഓസ്ലോ റെക്കോർഡ്. ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയി എത്തിയത് UPSC. ഓ അങ്ങനെ ലേൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോന്നോരോന്ന് എത്തിയപ്പോഴാണ് പിന്നെ UPSC ആഗ്രഹം കൂടിയത് അല്ലേ? ആഗ്രഹം കൂടിയത്. അങ്ങനെ ഇപ്പൊ ഓരോന്നിന്റെ ഇപ്പൊ ന്യൂസ് പേപ്പർ അനാലിസിസ് ഇടും ആൾക്കാർ, അത് കാണാൻ തുടങ്ങി. ന്യൂസ് പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ന്യൂസിന്റെ കവർ സ്റ്റോറി അവർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും പറഞ്ഞു തരും. അത് UPSC ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ അവർ പറഞ്ഞ് ഇതുപോലെ ലക്ഷ്മികാന്തിന്റെ പൊളിറ്റി, പാർലമെന്റ്, ലെജിസ്ലേച്ചർ ഒക്കെ എഴുതിയിരിക്കുന്ന വലിയൊരു ബുക്കാണ്, ബൈബിൾ പോലെ. അത് റെക്കമെൻഡ് ചെയ്ത് മേടിച്ച് വായിക്കാൻ തുടങ്ങി. അങ്ങനെ പയ്യെ ഇൻട്രസ്റ്റ് തോന്നി. ജോബ് കിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും പറഞ്ഞ് നിനക്ക് പറ്റിയ പണിയാ സിവിൽ സർവീസസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന്. എൻ്റെ ചെറുതായിട്ട് ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി അത് പറയുകയും ചെയ്തപ്പോൾ പോയി അങ്ങോട്ട്. അപ്പോൾ വർക്ക് ചെയ്ത് 1 year എവിടെയായിരുന്നു വർക്ക്? ചെന്നൈയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രം വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു UPSC. ഓക്കെ. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം ഇങ്ങനെ പ്രിപ്പറേഷൻ. 2018 ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങിന് 1 വർഷം ട്രെയിനിങ് എടുത്ത് 19 കൊടുത്തു. എക്സാം ക്ലിയർ ആയില്ല. അടുത്ത എക്സാം കൊടുക്കണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യണം. 2020 ആ സമയത്ത് കോവിഡും വന്നു. 2021 എക്സാമിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയി. ഒക്ടോബർ നവംബറിൽ എപ്പോഴാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് അതും ക്ലിയർ ആയില്ല. പിന്നെ 22 സ്റ്റാർട്ടിങ്ങിൽ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് അറിയുന്നത് ഫെബ്രുവരി. അല്ല, എന്നാലും പ്രോട്ടോടൈപ്പിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ എനിക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ജനറൽ നോളജ് വേണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. സാറിന് 100K കോഡിംഗ് ചലഞ്ച് അതല്ലായിരുന്നോ? ഒരു ഐഡിയ. അതെ, അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തപ്പോഴത്തേനും ഞാൻ സത്യം പറഞ്ഞ് ചെയ്തത് സാറ് ചെയ്യുന്ന ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചൊന്നും ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് വെബ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് വെബ് ഡെവലപ്മെന്റ് Node.js വെച്ച് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും പിന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് ഇത് മതി ഒരു ജോലി കിട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്തു. 100K ചെയ്തു, വെബ് ഡിസൈനിങ് ചെയ്തു, വെബ് ഡെവലപ്മെന്റ് ചെയ്തു. വെബ് ഡെവലപ്മെന്റ് പകുതിയായി. അപ്പോഴാണ് പിന്നെ കൊണ്ട് പോകുന്നോ? എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു. ഓ ശരി, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഓ ശരി. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആശ ഒരു 3-4 വർഷം UPSC ട്രൈ ചെയ്തിട്ട് പിന്നെ അത് നിർത്തി പോരാന്ന് പറയുമ്പോൾ ഒരു മനോവിഷമം അല്ലെങ്കിൽ മറ്റുള്ളവർ കുത്തി നോവിക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് 2 രീതിയിലും എടുക്കാം. നമ്മൾ ഇപ്പം എനിക്ക് മറ്റുള്ളവരല്ല, എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ എനിക്കൊരു സ്റ്റോറി വേണം. അത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി ഓണസ്റ്റി ആയിരിക്കണം, അതായത് ഓണസ്റ്റ് സ്റ്റോറി ആയിരിക്കണം. ഞാൻ എന്നോട് തന്നെ പറയുന്ന സ്റ്റോറി ഇതാ. അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷം അതിനുവേണ്ടി കൊടുക്കണം. 3 വർഷം അത് ഞാൻ കൊടുത്തു UPSCക്ക് വേണ്ടിയിട്ട്. എനിക്ക് ആ കാലത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രോട്ടോടൈപ്പിലിട്ട രീതിയിലുള്ള കഷ്ടപ്പാട് അവിടെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതാണ് ഈ ഡേവിഡ് ഹോക്കിൻസ് ഈ പ്രോട്ടോടൈപ്പിൽ തന്നെ റെക്കമെൻഡ് ചെയ്താണ്. കണ്ടിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. എന്തേരാ നിങ്ങളുടെ നല്ലപോലെയുള്ള കഷ്ടപ്പെട്ടത്? ചിലർക്ക് അത് 8 മണിക്കൂറാണ്, ചിലർക്ക് 12 മണിക്കൂറാണ്. എനിക്കത് 4-5 മണിക്കൂറായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഒരു ദിവസം ഒരു ടേബിളും ചെയറിൻ്റെ കൂടെ ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് ഹെല്ലായിരുന്നു. ഒരു സ്ഥലത്ത് ഇരുന്ന് ശീലമില്ല. അത് ഇച്ചിരി ഇങ്ങനെയുള്ള വൈബായിട്ട് അല്ലെങ്കിൽ മൂവ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ജീവിക്കുക എന്നുള്ളത്. പോസിബിൾ അല്ലാത്തൊരു കാര്യം തന്നെയാണ്. പറ്റുന്നുണ്ട്. ഓക്കെ. അത് എന്താ വെച്ചാൽ റിസർച്ച് ഉണ്ടല്ലോ, ലേണിംഗ് ആൻഡ് റിസർച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യണ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. നമ്മൾ ചെയറിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഫൈൻഡ് ചെയ്യണ ഫീൽ ഉണ്ടാകുമ്പോൾ ഒരു അട്രാക്ഷൻ അല്ലേ? അതാണ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത്. UPSC എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാണാതെ പഠിക്കുക, ഫാക്ട്സ് കാണാതെ പഠിക്കുക, ഇത് നമ്മുടെ ഹിസ്റ്ററി കാണാതെ പഠിക്കുകയാണ്. ഗാന്ധിജി, സത്യാഗ്രഹം എല്ലാം
അതിനെ കഴിഞ്ഞ് വെച്ചാൽ ഡിഫറെന്റ് വേ ഓഫ് കഷ്ടപ്പാടാണ്. ഈ കഷ്ടപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ കഷ്ടപ്പാട് എനിക്ക് പറ്റിയില്ല. അല്ല എന്നാലും അണ്ടടുക്കയിലോട്ട് എങ്ങനെ എത്തി? ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് നോക്കിയപ്പോൾ കിട്ടിയതാണോ? യൂട്യൂബ് റെക്കമെൻഡേഷൻ ആയിട്ട് വന്നത്. അണ്ടടുക്ക ഡയറക്റ്റ് വന്നു കോഡിങ് പഠിക്കാന്ന് പറഞ്ഞിട്ട്. ഓ ശരി, അങ്ങനെ അണ്ടടുക്കയിൽ വന്നു, ഇത് കഴിഞ്ഞു, അങ്ങനെ പ്രോഗ്രാമിലോട്ട് കയറി. ഫുമിഗേഷൻ ഫസ്റ്റ് ടൈം പാസ്സായി? ഇല്ല, ഫ്യൂമിഗേഷൻ അതൊക്കെ ഒരു ജീവിതത്തിൽ ശരിക്കും തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഫ്യൂമിഗേഷൻ വരുമ്പോഴത്തേന് അന്ന് എല്ലാവരും 100-200 പാറ്റേൺ ഒക്കെ സോൾവ് ചെയ്ത്, എനിക്ക് ഒരു പാറ്റേൺ സോൾവ് ചെയ്യാൻ എനിക്ക് ഒരു ദിവസമൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് 2 ആഴ്ച പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 പാറ്റേൺ സോൾവ് ചെയ്തിട്ടുണ്ട്. 6 പെൻഡിങ്ങാണ്. ഞാൻ രശ്മി മാമിൻ്റെ അടുത്ത് പോയെന്ന് രശ്മി മാം അടുത്ത് പോയിട്ട് പറഞ്ഞു, മാം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എല്ലാവരും 200 അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇടത്തൊക്കെ ഇടയ്ക്ക് കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ കരയുന്ന പ്ലാൻ ചെയ്തില്ലായിരുന്നു. അവിടെ ചെന്ന് കരഞ്ഞ രശ്മി മാം ഞാൻ കരയുന്ന കണ്ടല്ലോ, ഓർത്ത് എനിക്ക് നാണക്കേടായി ഞാൻ ഇറങ്ങിപ്പോയി അവിടുന്ന്. മാം ഓർത്ത് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയി, ഞാൻ വല്ലതും ചെയ്യുമെന്ന്, ആത്മഹത്യയുള്ള ചെയ്യുന്നു മാം എന്നെ പുറകെ. അതൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് മാം എന്നെ കൺവിൻസ് ചെയ്ത്, എന്താണെങ്കിലും നീ ഇത്രയും പ്രിപ്പയർ ചെയ്തില്ലേ, നാളെ ഞാനൊരു വ്യാഴാഴ്ച എന്ന് പറയുന്നത്, പിറ്റേ ദിവസം ഫ്യൂമിഗേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യും, എന്താണൊരു 2 ആഴ്ച ഇത് പോയാൽ അടുത്തന്നെ നോക്കാം എന്ന് പറഞ്ഞു. അതിന് മാം പറഞ്ഞു ഇതിൽ കയറി പാറ്റേൺ പാസ്സായി, അറയും പാസ്സായി. അടുത്ത ഓപ്സിൻ്റെ റൗണ്ടിൽ കയറിയില്ല. കാരണം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു ഓപ്സ്. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ കൊച്ചി ഹബിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് പഠിച്ചു. രണ്ടാമത്തെ ഫുമിഗേഷൻ പാസ്സായി. അപ്പൊ പിന്നെ ലീഡറൊക്കെ ആക്കി. ഓ ശരി. ഞാൻ ഇച്ചിരി സ്ലോ ലേണറാണ്, ടൈം ഇച്ചിരി വേണം. പക്ഷെ പ്രോട്ടോടൈപ്പിൽ അത് നല്ല കാര്യമാണ്. ഞാൻ സ്ലോ ലേണറാണ്, പക്ഷെ എന്നെ ഒരാഴ്ചത്തെ ടൈം പീരീഡിൽ എന്നെ ഇട്ടങ്ങ് വാർത്തു. മനസ്സിലായി. അപ്പൊ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. 10 hours 12 hours ഒക്കെ ഇരിക്കാൻ തുടങ്ങി. വേണ്ടി വന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഫുമിഗേഷൻ കഴിഞ്ഞ ശേഷം ഏത് ഫീൽഡാണ് തിരഞ്ഞെടുത്തത്? ഏത് ഡൊമൈൻ എടുത്തത് പഠിക്കാൻ? പൈത്തൺ എടുത്തു. പൈത്തൺ വിത്ത് ഫ്രണ്ട് എൻഡ് റിയാക്റ്റും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പൈത്തണ് സാലറി കുറവാകും, ഓപ്പർച്യൂണിറ്റി കുറവാകും എന്നൊക്കെ ഉള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമൈൻ എടുത്തപ്പോൾ? ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം എടുത്തത് ഡേറ്റാ സയൻസ് ആയിരുന്നു. ഡേറ്റാ സയൻസ് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആദ്യത്തെ പ്രോജക്റ്റ് ചെയ്യേണ്ടത് ഇതിലായിരുന്നു. നമ്മൾ എന്താണെങ്കിലും ഒരു ആദ്യത്തെ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡേറ്റാ സയൻസിലേക്ക് കയറുന്നത്. ആദ്യത്തെ പ്രോജക്റ്റ് നല്ലപോലെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുപെട്ടു. കരഞ്ഞു, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ്, ഞാൻ സ്റ്റാറ്റസ് വരെ ഇട്ടു. കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അതൊക്കെ തന്നെയാണ് വെച്ചാൽ ഫസ്റ്റ് പ്രൊജക്റ്റ് കഴിയണ വരെ ഭയങ്കര അതായത് ഞാൻ പലപ്പോഴും ബ്രോ ക്യാമ്പിൽ പോകുന്ന സമയത്ത് പല സ്റ്റുഡൻസിൻ്റെ ഫേസ് നോക്കുമ്പോൾ മുഖമൊക്കെ കണ്ണൊക്കെ ചുവന്ന് വിഷമിച്ചൊരു ഫേസ് കാണാം. ഒരു ഫസ്റ്റ് പോയിട്ട് കഴിയണ വരെ. ഫസ്റ്റ് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാപ്പിനെസ്സിൻ്റെ മൂഡായി അല്ലേ? കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും ഫസ്റ്റ് പോയിട്ട് കഴിയുമ്പോൾ. പക്ഷെ അതുവരെ പഠിച്ചൊക്കെ പുക ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഓക്കെ ആവും ഫസ്റ്റ് പോയിട്ട് കഴിയുമ്പോൾ. ക്ലാരിറ്റി വരും. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോജക്റ്റും ചെയ്തു. രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ത് പ്രോജക്റ്റ് ചെയ്ത്? രണ്ടാമത്തെ പ്രോജക്റ്റ് ചെയ്തത് ഓൺലൈൻ തെറാപ്പി സെഷൻ. തെറാപ്പി സെഷൻ എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ, അതായത് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണാൻ. അന്ന് സൈക്കോളജിസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുക ആസ് എ സർവീസ് പ്രൊവൈഡർ. അവർക്കൊരു വലിയ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് അവരുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സൈക്കോളജിസ്റ്റ് ആവും ഈ വെബ്സൈറ്റിൽ. യൂസേഴ്സിന് വന്ന് സിംപ്ലി രജിസ്റ്റർ ചെയ്തിട്ട് പേയ്മെന്റ് അടച്ച് കൺസൾട്ടേഷൻ എടുക്കാം. അങ്ങനെ കൺസൾട്ടിങ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എടുത്തു. ഓക്കെ, അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മുമ്പ് ജോലി കിട്ടി. എത്രാമത്തെ വീക്കിലായപ്പോൾ ജോലി കിട്ടി? എനിക്ക് ബോർഡിംഗ് വീക്ക് ഫസ്റ്റ് വീക്ക് റിവ്യൂ എടുത്തു. സെക്കൻഡ് വീക്ക് ബോർഡിംഗ് റിവ്യൂ എടുത്തില്ല, ടേക്ക് ഓഫ് എടുത്തില്ല. അതിന് മുന്നേ തന്നെ ജോലി കിട്ടി. കൊള്ളാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു? വേറെ ഇന്റർവ്യൂസ് ഒക്കെ എന്തെങ്കിലും റിജക്ഷൻ കിട്ടിയോ? എന്താ ഇന്റർവ്യൂസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇവർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഐ.ടിയിലോട്ട് സ്വിച്ച് ചെയ്തതിനെ കുറിച്ചൊക്കെ ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല, എനിക്ക് അറിവ് മാത്രമേ ടെസ്റ്റ് ചെയ്തോളൂ. നല്ല കോൺഫിഡന്റ് ആയിട്ട് അവരോട് പറഞ്ഞു. 3-ാം ദിവസം ജോയിൻ ലെറ്റർ വന്നു. ഇന്റർവ്യൂ എങ്ങനെ, എന്തൊക്കെയായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്? ഇന്റർവ്യൂല് മെഷീൻ ടെസ്റ്റ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഒരു സീനിയർ ഡെവലപ്പർ ഉണ്ടായിരുന്നു, സിഇഒ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചതിനുള്ള ആൻസർ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇന്ന പ്രോജക്റ്റിൽ ഇന്ന പോർഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു? ഹിന്ദി മാത്രമായിരുന്നു? ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു? ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഹിന്ദി അറിയാമെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാനുള്ള രീതി ട്രൈ ചെയ്താൽ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇംഗ്ലീഷാണ് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ. ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇംഗ്ലീഷ് ആദ്യം അറിയായിരുന്നു, എയറോനോട്ടിൽ പോകുമ്പോഴേ അറിയായിരുന്നു അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയിരുന്നു?
കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയിരുന്നു, പക്ഷെ ഒരു വലിയ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു 4 ആളിന്റെ ഫ്രണ്ടിൽ എണീറ്റ് നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞ ടെററായിരുന്നു. വായിന്ന് ഒച്ച പുറത്ത് വരില്ലായിരുന്നു. അത് പ്രോട്ടോടൈപ്പിൽ വന്നിട്ടാണ് സെറ്റ് ആയത്. എല്ലാ ദിവസവും ഇംഗ്ലീഷ് സെഷനിൽ പോയി നാണം കെട്ട് അങ്ങനെ എന്തോ ഞാൻ കണ്ടു ആ ഒരു പേപ്പർ നോക്കിയപ്പോഴേ, ടിനിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പേപ്പറിൽ കമ്മ്യൂണിക്കേഷനിൽ എന്തോ സെഷനിൽ എന്തൊക്കെയോ ലീഡ് ചെയ്യേ പിന്നെ അങ്ങനെ ഏറ്റെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ലീഡായിരുന്നു, കോർഡിനേറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സെഷൻ ഡെയിലി 1 hour എല്ലാ ദിവസവും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? അതോ ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് ആരെയും അതിന് എസ്കേപ്പ് ആയിട്ടൊക്കെ പോകാറുണ്ടോ? ശരിക്കും ചിലർ എസ്കേപ്പ് ആയി പോകാറുണ്ട്, പക്ഷേ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് വരാറുണ്ട്. അതായത് കംപ്ലൈൻറ്റ് ചെയ്യും, പിന്നെ റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓരോ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടെ പിയർ ലേണിങ്, അതായത് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അത് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു. എങ്ങനെയാണ് അത്? പ്രോട്ടോടൈപ്പിൽ വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ച ഒരു കാര്യം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്ന ഒരു കാര്യം ഈ ചോദിക്കാന്നുള്ളത്. ഒരു മനുഷ്യനോട് ചോദിച്ച് ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് എൻ്റെ വലിയ പാടാണ്. എൻ്റെ മനസ്സിൽ എന്നാന്ന് വെച്ചാൽ, എനിക്ക് ഒരു മനുഷ്യനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആ ഒരു ചിന്തയാണ് എനിക്ക്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ അല്ല, എൻ്റെ ഡബിള് വർക്ക് ലോഡുള്ള ആൾക്കാരാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ചെന്ന് ചോദിച്ച് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടൈം കൂടെ ഇല്ലാതായി പോകില്ലെന്നൊരു ചിന്ത. ഞാൻ അതുകൊണ്ട് ചോദിക്കുകയില്ല. തന്നെ ഇരുന്ന് സഫർ ചെയ്ത് മോഹമെല്ലാം ഒരുമാതിരിയാണ്, എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കറിയാം. പിന്നെ ലാസ്റ്റ് ചോദിക്കേണ്ടി വന്നു. എന്നെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഫസ്റ്റ് പ്രോജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അവർ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. എന്നെ പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പാരൻസിൻ്റെ ഫീഡ്ബാക്ക് എന്താ? ഇപ്പോൾ ജോലി കിട്ടി, സിവിൽ സർവീസ് ഒരു 4 വർഷം പോയി, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ജോലിയിലോട്ട് കയറി, എന്താ അവർ പറയുന്നത്? അവർക്ക് ഈ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് നമ്മൾ ജീവിതത്തിൽ പല സ്ഥലത്ത് ശരിയാണ്. 28 വയസ്സ് വരെ നിന്നല്ലോ ജോബില്ലാതെ. കെട്ടിച്ചു വിട്ടില്ല, അതന്നെ വലിയ കാര്യമാണ്. വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് ഇതുപോലെ തോറ്റു കഴിയുമ്പോൾ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് എത്ര മച്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വേണമെങ്കിൽ ചോദിക്കുക എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്ന്. നമ്മൾ എളിമപ്പെട്ട് നമ്മൾ ഇല്ലാതാവും. അത്ര തോറ്റിട്ടുണ്ടല്ലേ? ശരിക്കൊരു ആ 4 വർഷത്തെ സിവിൽ സർവീസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും പ്രാവശ്യം നമ്മളത് ട്രൈ ചെയ്തിട്ട് പിന്നെ നിർത്തുക എന്ന് പറയുമ്പോൾ പാരൻസൊക്കെ ഓക്കെ ആയിരുന്നു വേറെ ഫീൽഡിലേക്ക് പോകാനൊക്കെ? ഞാൻ വീട്ടിൽ ഒന്നാമത് ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചേച്ചിമാര് രണ്ടുപേരും, ഒരാള് ഓസ്ട്രേലിയയിലാ സെറ്റിൽഡാ, നടുക്കത്തെ ചേച്ചി ചെറിയ ആളായതുകൊണ്ട് എന്തായാലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല, അവരുടെ അടുത്ത് നിന്നുണ്ടാവും, അവർക്ക് ജോബായപ്പോ. ഓക്കെ, അപ്പോ എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ ബ്ലസ്ഡ് ആയിരുന്നു. ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയല്ലേ, അതൊരു അവർക്കൊന്നും അറിയത്തില്ല. എന്നെ ടെക്നിക്കലായിട്ടോ അല്ലെ എന്തെങ്കിലും പറഞ്ഞു തരാനോ ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ അവരെപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കുത്തുവാക്കുകളൊക്കെ പറയും, അതില്ലെങ്കിൽ നന്നാവില്ലല്ലോ, അത് കുത്തി നോവിക്കണം ഇടയ്ക്ക്. പിന്നെ ഇപ്പോൾ എന്താ അവസ്ഥ? ഇനി ഓസ്ട്രേലിയ പോകാനോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനോ പ്ലാനും ഉണ്ടോ? രാജ്യം വിട്ടു പോകാൻ എനിക്ക് വേറൊരു നാട്ടിൽ പോയി സക്സസ്ഫുൾ ആണ്. എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു വിസിറ്ററെ പോലെ പോയിട്ട് തിരിച്ചു വരണം, അവിടെ സെറ്റിൽ ആവാൻ. നമ്മളൊക്കെ ആഗ്രഹം പോലെ തന്നെ. കൊള്ളാം. അപ്പോൾ ഈ കമ്പനി എങ്ങനെയുണ്ട്? അറ്റ്മോസ്ഫിയർ, വർക്ക് ചെയ്യണ രീതി? ബ്രോ ക്യാമ്പിൽ നല്ല സ്ട്രിക്റ്റ് അല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ സ്ട്രിക്ട്നെസ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളൊരു പ്രോബ്ലത്തിൽ ഒരു ഫീച്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നല്ല ഒരു എറർ അടിച്ച് ഒത്തിരി സമയം ഇരിക്കാറുണ്ട്. അതായത് കമ്പനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും നമ്മളോട് പറയല്ല, അടുത്ത ദിവസം വന്ന് ജോലി ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ആ ഒരു എറർ കിട്ടുന്നിടം വരെ, അല്ലെ അതൊരു ഇംപ്ലിമെന്റ് ആകുന്നതിന് വരെ ഉറക്കം വരില്ല. പ്രോഗ്രാമർ മൂഡ് അങ്ങനെയാണ്, ഉറക്കം കിടന്നാലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഉറക്കം വരില്ല. അപ്പൊ പിന്നെ അതിലിരിക്കും. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ആരും ഫോഴ്സ് ചെയ്യൂല നമ്മളെ. അങ്ങനെ ഫോഴ്സ് ചെയ്യാതെ വരുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കും. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? അതായത് ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും അവിടെ അച്ചീവ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ട്? ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നത്, ഒരു ഇമ്പോർട്ട് എററാ, സിമ്പിൾ എററാണ്. യൂസ് ചെയ്യുന്നത് Next.js ആണ്. ഒരു യൂസ് റൗട്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Next.js യൂസ് ചെയ്തിരിക്കുന്ന കാരണം Next.js ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. ഞങ്ങളുടെ അഡ്മിൻ സൈഡ് റിയാക്റ്റും യൂസർ സൈഡ് Next.js. അപ്പം എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത്രയും നാളെ റൺ ചെയ്തുകൊണ്ടിരുന്ന കോഡ് അത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരു ദിവസം ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ എറർ, എന്ത് പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. ഞാനും എൻ്റെ കൂടെയുള്ള പാർട്ട്ണർ ഡെവലപ്പർ ഒരു ദിവസം ഫുള്ള് ഇരുന്ന്, അവൻ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി, അവൻ അടുത്തെന്ന് പറഞ്ഞ് ഞാനൊരു രാത്രി ഫുള്ള് ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ 7:15
അങ്ങനെ ഓരോ കോഡിന്റെ ലൈൻ വെച്ചും ഡിലീറ്റ് ചെയ്ത് ഏത് ലൈനിലാണ് പ്രശ്നം വരുന്നത് മനസ്സിലാവുന്നില്ല. ഇമ്പോർട്ടർ ഇവിടെ നമ്മുടെ ലോക്കലില് കോഡ് റൺ ആവുന്നുണ്ട്, ബിൽഡ് ചെയ്യുമ്പോൾ ബിൽഡും ആവുന്നുണ്ട്. പക്ഷെ ഇത് ആംപ്ലിഫൈയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ എറർ. എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? തുടങ്ങി ലൈഫ് ശരിക്കും. എന്നിട്ട് അത് രാവിലെ ആവുന്നതിന് ഫിക്സ് ചെയ്ത് ഉറക്കം വെച്ചിരുന്നു ഓഫീസിലിരുന്ന് നേരം വീട്ടിൽ പോയിട്ട് നേരം വെളുപ്പോൾ ഇരുന്ന് ഫിക്സ് ചെയ്ത്. ഓ കൊള്ളാം. അങ്ങനെ അത് പക്ഷെ അത് അവര് റെക്കഗ്നൈസ് ചെയ്തോ? അത് റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ എൻ്റെ ടീം ലീഡിനോട് വിളിച്ചു പറഞ്ഞു. എല്ലാവരും പേടിച്ചു. അതായത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് കിട്ടാത്ത അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ല. അപ്പോൾ എല്ലാവരും പേടിച്ച് ഇവർ രാവിലെ വിളിച്ച് അവരോട് രാവിലെ എണീക്കുമ്പോൾ ഒരു നല്ല ന്യൂസ് പറയുന്നത് കേട്ടോണ്ട് എണീക്കുന്നത് അവർക്ക് സന്തോഷമായിട്ട്. ലീഡിനോട് വിളിച്ച് പറഞ്ഞു, ലീഡ് സിഇഒയോട് പറഞ്ഞു, സിഇഒ അപ്രീഷിയേറ്റ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചെറിയ ഹൈക്കും തന്നു, സാലറി ഒക്കെ കിട്ടി. കൊള്ളാം. അതങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരും. ഇനിയും പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അറിയാത്ത സാധനം ഏറ്റെടുക്കുക എന്നുള്ളത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് രസമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സും വരാനുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു ഫീൽ വരാനുണ്ട്, റെസ്പെക്റ്റ് വരാനുണ്ട്. അതെന്നുള്ളത് തകർക്കുക. അപ്പോൾ അങ്ങനത്തെ ഇനിയും ഒരുപാട് സാധനങ്ങൾ ചെയ്യട്ടെ കേട്ടോ. ഈ വർക്ക് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ ലേഡീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴുള്ളൊരു പേടിയാണ് ലേഡീസിനെ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യണ എൻവയോൺമെൻറ്റ് ഓക്കെ ആവോ, അല്ലെങ്കിൽ ഡേ നൈറ്റ് വർക്കൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ചിലപ്പോൾ സിംഗിൾ ലൈഫ് ആയതുകൊണ്ട് അതുകൊണ്ട് ഫ്രീ ആയിരിക്കില്ല മിക്കവാറും, അതുകൊണ്ട് ഓക്കെയാണ്. അതുകൊണ്ടല്ല, ഇപ്പം സിംഗിൾ ലൈഫ് ആണെങ്കിലും ഞാൻ കമ്പനിയിൽ ഇരിക്കുന്നില്ല. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പിലെ എൻ്റെ മാക്ബുക്കിൽ കമ്പനീൻ്റെ എല്ലാ സെറ്റപ്പ് പാസ്വേഡ് മുതൽ എല്ലാം സൈൻഡ് ഇൻ ആണ്, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ്, അതായത് കമ്പനിയിൽ ലേറ്റ് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ട ഒരു ഇത് വരുന്നില്ല, സിറ്റുവേഷൻ ഇല്ല. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ചോദിച്ചില്ലെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് കൂടെ ചെയ്യാണ് നമ്മൾ അല്ലേ. അപ്പോൾ ലേഡീസിൻ്റെ വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയുണ്ട്? വേറെ എന്തെങ്കിലും ഐ ടി ഫീൽഡിലെ വർക്ക് എൻവയോൺമെൻറ്റ് ശരിക്കും ഹാപ്പിയാണോ ശരിക്കും, അതോ ബുദ്ധിമുട്ടുള്ളതാണോ? എങ്ങനെയാണ് ഫീൽ ചെയ്യണത്? എനിക്ക് ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ലേഡീസിന് ജെൻസിന് സെപ്പറേറ്റ് അങ്ങനെ ഫീൽ ചെയ്തില്ല. മേ ബി ഞാൻ എൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഒത്തിരി കറങ്ങി നടന്നിട്ടുണ്ട്, പല ഏരിയയിൽ സ്ഥലത്ത് നിന്നിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അത് മറ്റുള്ളവരും കൂടെ വീഡിയോസ് വാച്ച് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വലിയ വലിയ ഘട്ടങ്ങൾ കീഴടക്കട്ടെ. റൈഡറായിട്ട് എല്ലാ രാജ്യത്തും കറങ്ങി നടന്ന് പറ്റുകയാണെങ്കിൽ വ്ളോഗും കൂടെ ചെയ്യും. എന്തായാലും റൈഡ് ചെയ്യുക, വർക്ക് ചെയ്യുക. ഈ വെച്ചാൽ ഇങ്ങനെ കടന്നു വരുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, മറ്റുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കരിയർ സെലക്ട് ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം റൈഡിങ് പോകുന്നുണ്ട്, രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ കൂടുതലും റൈഡേഴ്സ് സാധാരണ കാണൽ അവർ ആ ട്രിപ്പിനെ കുറിച്ച് മാത്രമായിരിക്കും പറയുക. അതേസമയം കരിയർ അച്ചീവ് ചെയ്ത് പോയിക്കൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ട്രൈ ചെയ്യും. എന്താ വെച്ചാൽ ഞാൻ നോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. അറിഞ്ഞൂടാന്നാണ് ഞാൻ പ്രൊഫഷണലായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കോട്ടയം സ്ലാങ് കയറി വരുന്ന ഒരു അതൊന്നും പ്രശ്നം. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് മലപ്പുറം, എൻ്റെ വാക്കുകൾ മലപ്പുറം ഒരുപാട് വേർഡുകൾ വരും. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു മലപ്പുറം വരുമ്പോൾ ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ശരിക്കും മലപ്പുറം വേർഡ് ഞാൻ പറയുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളിഷ്ടം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോട്ടയംകാരൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ലേ, അല്ലേ? ഒരു കാസർഗോഡുകാരൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ലേ? ഒരു ട്രിവാൻഡ്രംകാരൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ലേ? ആ അട്രാക്ഷൻ തന്നെ എല്ലാ ലാംഗ്വേജിനും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കോട്ടയമാണ് സംസാരിക്കുന്നെങ്കിൽ ആ കോട്ടയംകാരുടെ സംസാരം കേൾക്കാൻ മറ്റു സംസാരക്കാർക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടക്കേടൊന്നും ഇല്ല ആർക്കും, അത് നമ്മളെ തോന്നലാണ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേർഡാണോ വരുന്നത് സംസാരിച്ചാൽ മതി. അതിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും കട്ട് പോലും ചെയ്യേണ്ട. അപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ദിൽഷാദിനെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പുറത്തുള്ള ഒരാളെ കുറിച്ച് സംസാരിക്കില്ല. നമ്മളെപ്പോഴും വിചാരിച്ചിട്ടുള്ള ഫ്രീ ആവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഫ്രീഡത്തിലൂടെ നിങ്ങൾ വ്ളോഗ് ചെയ്താണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു ചോദ്യം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് അനുബന്ധിച്ചിട്ട് വിഷയങ്ങൾ സംസാരിക്കാം. ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് സ്റ്റുഡൻസിലെ. പലർക്കും ആ വിഷയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് സംസാരിക്കാനും പറ്റും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കൂ. എന്തായാലും വരും കാലത്ത് തന്നെ വ്ളോഗ് വരുമെന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. ഇനി അടുത്ത വലിയ വലിയ പാക്കേജ് ഇതുപോലുള്ള വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക നമുക്ക് കാണാം. സോ thanks for coming. So all the best. Thank you, sir. Thank you so much.